അങ്ങനെയൊക്കെ കാണുന്ന വീഡിയോസ് എനിക്ക് സത്യമായിട്ട് പിന്നെ വെച്ചേക്കാൻ തോന്നില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നും. എന്തിനാ പിന്നെ ഇത് ചെയ്യുന്നത്? എന്ത് ചെയ്തിട്ടാ കാര്യം? നമ്മുടെ ലൈഫ് ബട്ട് എന്നാലും നമ്മൾ സൂക്ഷിക്കണമല്ലോ. നിർത്തി നമുക്ക് പെട്ടെന്ന് അങ്ങ് പോവാം. ബൈ ചൂസിൻ്റെ റെഗുലർ അക്കൗണ്ട് പ്രോഫിറ്റ് മന്ത് ഇഫ് ദ നമ്പർ ഓഫ് വിഡ്രോവൽസ് ട്രാൻസ്ഫർ വെച്ചൊരു 1 ടൈം. ഒരുപാടൊന്നും ഇത് ATM വഴി വിഡ്രോ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എല്ലാത്തിനും പൈസ പിടിക്കും. നാട്ടിലേക്ക് അയക്കാനാണ്, അല്ലെങ്കിൽ നാട്ടിലേക്ക് അയച്ച് അവർക്ക് കുറച്ച് സേവ് ചെയ്യാനും കൂടിയാണ്. വീട്, കുടുംബം, അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ ഇങ്ങനെയൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സങ്കടമുള്ളൊരു കാര്യമാണ്. ഇത് ക്രോസ് ചെയ്തങ്ങ് അപ്പുറം ഇറങ്ങണം. എന്താ ഇവിടെയാണ് നെക്സ്റ്റ്. അവിടെ ലുലു ഉണ്ട്. ലുലുവിൽ അങ്ങനെ ഇപ്പം പോകാറില്ല. അങ്ങനെ അയ്യോ നല്ല കളറല്ലേ ബാക്കിൽ മേഘത്തിന്, അല്ല ആകാശത്തിന്. നേരത്തെ ഉണ്ടല്ലോ നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ ഉണ്ടായിരുന്നേ, പക്ഷെ ഇപ്പോൾ ഇല്ല. അത് അവരെടുത്ത് കളഞ്ഞു. ഓ വണ്ടി അങ്ങനെ വരുന്നു, ഓടിക്കാം. അതെ അവിടെയാണോ പോകുന്നത്? അപ്പോഴേക്കോ എനിക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടും. സൂപ്പർ സാധനമാണ്. ഞാൻ ഒരു നമുക്ക് പോയി കഴിക്കാം. വേറെ ആരുമില്ല, നമുക്ക് പോയി കഴിക്കാം. ഇപ്പോഴേ കഴിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ കരുതുന്ന 2 കിടിലൻ ഷോട്ടാണ് എടുത്തതെന്ന്. വീഡിയോ എടുത്ത കാര്യം കേട്ടോ, നോക്കിക്കോ, കിടിലൻ ഷോട്ടായിരിക്കും. ചേട്ടാ എന്തോ? എന്നാ ദോശ. അതെ, ഞാൻ നിങ്ങളുടെ ഒരു ഉപദേശം തരട്ടെ. ഒരു ഉപദേശം, അതിന് തെറി വിളിക്കല്ലേ. എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും നമ്മളെ അറിയാവുന്നവരുടെയോ അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്നും ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ ഒരു സാധനവും മേടിക്കാതിരിക്കുക എന്ന് ഞാൻ പറയൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളോട് ഭയങ്കര ഇഷ്ടം കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര എന്താ പറയുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞിട്ടായാലും 1 രൂപയുടെ സാധനം ഒരാൾ തന്നാൽ അതിന്
അത് ഏത് ആൾക്കാരാണെങ്കിലും നമുക്ക് വേണ്ട നമ്മൾ തന്നെ സമ്പാദിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? പിന്നെ അവർ പറയുന്നതെല്ലാം നമ്മൾ പഞ്ചപുച്ഛമടക്കിയിരുന്ന് കേൾക്കേണ്ടി വരും. നമുക്ക് മറുത്തൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. സോ അതിനൊരിട ഉണ്ടാക്കരുത്. ഓക്കെ, നീ തരുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരല്ലെങ്കിൽ ഓക്കെ ആണേ. കുറേ നേരമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി കിടന്ന് കറക്കുക, എന്നിട്ട് ഇട്ടേക്കുന്നുണ്ടോ ത്രികോണയും പ്രകോണയും എന്നും പറഞ്ഞ്. 8 മണിക്ക് 2 മിനിറ്റ് എന്നാൽ പോയേക്കാം ഇല്ലയോ? 8 മണിക്കാണല്ലോ ഡ്യൂട്ടി. വാ. ഇവിടുത്തെ സ്റ്റെപ്പാണ്, ലിഫ്റ്റ് ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് കയറി ഇങ്ങ് വരും. സർവീസ്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തി. ആരും വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അയ്യോ ഇരുട്ട്, ലൈറ്റിടാം. ഓക്കെ, ഞാൻ പിന്നെ അപ്പോഴേ നമ്മൾ AC അങ്ങ് ഓൺ ചെയ്യും. കാര്യം ഇവിടുത്തെ ചൂട്. എന്നാൽ പിന്നെ രാവിലെ വെച്ച് താമസിപ്പിക്കുന്നില്ല, കുറച്ചധികം വർക്ക് പെൻഡിങ്ങൊക്കെ കിടപ്പുണ്ട്, ഞാൻ അതൊക്കെ ചെയ്തിട്ട് വരാം. കാണാം. സംഭവം ഉണ്ടല്ലോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് പിന്നെ കണ്ടിന്യൂസ് ബാക്കി സമയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാം കൂടെ എടുക്കാമെന്ന് കരുതിയതാണ്. പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ പോകുമ്പോൾ ഇതൊക്കെ മറന്നുപോയി കേട്ടോ. ഞാൻ നേരെ ഇവിടുന്ന് വെച്ചിട്ട് ഓടിപ്പോയി ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് നേരെ റൂമിലും പോയി. ഒരു അരമണിക്കൂർ റെസ്റ്റ് ആയിരുന്നു. നമുക്ക് 1 മണി തൊട്ട് 2 മണി വരെയാണ് ബ്രേക്ക് ടൈം. അതിൽ ബാലൻസ് ഫുഡ് കഴിച്ചിട്ട് അരമണിക്കൂർ ഉണ്ടായിരുന്നു. അരമണിക്കൂർ ഞാൻ ബെഡ് റെസ്റ്റ് ഓക്കെ, ഞാൻ കിടന്നിട്ടൊക്കെ 2 മണിയായപ്പോൾ വീണ്ടും വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് ഡിവൈസ് റിപ്പയർ ചെയ്യാനുള്ള ഡിവൈസൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചു, അയ്യോ രാവിലെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചല്ലോ, പിന്നെ എടുത്തില്ലല്ലോ എന്ന്. എന്ത് ചെയ്യാനാ? പിന്നെ പ്രത്യേകിച്ച് എനിക്ക് വേറൊരു എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നലാണ്, ഭയങ്കര നെഗറ്റീവ് തോന്നലുകളാണ്. ചേട്ടാ എന്താ ഞാനിപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പറയും? എന്നാൽ നമുക്ക് ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ എന്നും ഇങ്ങനെ ഒരേ കാര്യം പറയുന്നത്, അങ്ങനെ ഇങ്ങനെ എല്ലാം റിപ്പീറ്റേഷനായി പോവുമോ? ഇപ്പോൾ ഈവൻ ഞാൻ വീഡിയോ ഇട്ടിട്ട് അത് വളരെ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഒന്നാമത് എനിക്ക് അങ്ങനെ വലിയ റീച്ചില്ലല്ലോ നമുക്ക്. അപ്പോൾ ഒരു ഇടയ്ക്കും മുറിക്കൊക്കെയാണ് ഒരു 20, 30, 50 ഒക്കെ വ്യൂസ് കിട്ടുന്നത്. പിന്നെ അതുപോലെ ബാക്കിയൊക്കെ ശരാശരി ഒരു 3K, 2K, 1K അല്ലെങ്കിൽ അതിൽ താഴെ 500, 600, 700 പേര് ഇത്രയൊക്കെ കാണലൊക്കെ ഉള്ളൂ. അങ്ങനെയൊക്കെ കാണുന്ന വീഡിയോസ് എനിക്ക് സത്യമായിട്ടും പിന്നെ വെച്ചേക്കാൻ തോന്നില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നും. സോ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നോക്കും. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ 2, 3, 4, 5 വീഡിയോ, ലാസ്റ്റ് 4, 5 വീഡിയോ കുഴപ്പമില്ലാണ്ട് പോകണമെന്ന് പറയാം എന്ന രീതിയിൽ. പക്ഷെ അങ്ങനെയെങ്കിലും ഒരു മിനിമം ഒരു 10K എങ്കിലും വ്യൂസൊക്കെ വന്നില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലെന്നേ. അപ്പോൾ എന്താ പറയണ്ടായിരുന്നു? നമ്മൾ എന്തിനാണ് പിന്നെ ഇത് ചെയ്യുന്നത്? എന്ത് ചെയ്തിട്ടാണ് കാര്യം? നമ്മുടെ ലൈഫ് അവനാണ് വേറൊരുത്തൻ വില്ലൻ കേട്ടോ. വില്ലനാണ് വില്ലൻ. ഇർഷാദ് ഫ്രം മലപ്പുറം. എവിടെടാ KMCC? ഇവിടെ വാടാ, ഒളിച്ചു നോക്കാതെ ഇവിടെ വാ. ഇവിടുത്തെ കണ്ട ദുബായിലെ KMCC പ്രസിഡൻ്റാണ്. ആരാ? ഇത് തന്നെ. ഇങ്ങോട്ട് നോക്കണം. ഇങ്ങോട്ട് വാ ഇവിടെ വാ. ഇതാണ് KMCC പ്രസിഡൻ്റാ. അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ രാവിലത്തെ അപ്പോൾ ഇതൊക്കെയാണേ. എന്താ പറയണ്ടേ? ഓക്കെ, പറയാൻ വന്ന് വിട്ടുപോയി. അയ്യോ ആകുമ്പോൾ എൻ്റെ മുടി കുളവാക്കിയിട്ട് പോയി. ഓക്കെ, എനിവേ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ഡിവൈസ് കുറവുണ്ടെന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ശരിക്ക് ഡിവൈസ് വന്നായിരുന്നു. ക്വാണ്ടിറ്റി ഇപ്പോൾ കൂടുതലായിരുന്നു. പറ. കട്ടായിട്ടുണ്ടോ? ഓക്കെ. അപ്പോൾ അങ്ങനെ
അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഇർഷാദിൻ്റെ ഒരു ഡിവൈസിൻ്റെ ഒരു പ്രിൻ്റ് കട്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ അവൻ കൊണ്ടുവന്ന വർക്കൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഇനി എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു 6-7 ഡിവൈസ് കൂടെ റെഡിയാക്കാനുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ യൂസ് ചെയ്യുന്ന ക്യാമറ DJI Osmo Pocket 3 ആണ്. അപ്പോൾ ഇതിൻ്റെ പുതിയതിറങ്ങി 4 Pro എന്നും പറഞ്ഞിട്ട് ഇതിൻ്റെ മുന്നേ 2 ലെൻസൊക്കെ വെച്ചിട്ടുള്ള കിടിലൻ ക്ലാരിറ്റി കേട്ടോ, ഒട്ടുക്കത്തെ ക്ലാരിറ്റി. അതൊക്കെ ഭയങ്കര പൈസ ആയിരിക്കും ചിലപ്പോൾ. പിന്നെ എപ്പോഴെങ്കിലും നമ്മളിവിടെ നിന്ന് നിർത്തിയിട്ട് നാട്ടിലോട്ട് പോകുന്നു എന്ന രീതിയിൽ പോകുമ്പോൾ എങ്ങാനും എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം എന്നുണ്ട്. നല്ല ക്ലാരിറ്റിയിൽ വിഷ്വൽസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു രസമല്ലേ, ഒരു രസം. എനിക്കിഷ്ടമാണ്. എനിക്കെപ്പോഴും ഈ ഗാഡ്ജറ്റ്സ് എപ്പോഴും നല്ലത് യൂസ് ചെയ്യുന്നത് വലിയ അത് ക്യാമറ കേട്ടോ, ക്യാമറ മാത്രം, വേറൊന്നും അത്ര ഇതില്ല. ക്യാമറ വിഷ്വൽസ് ഇച്ചിരി നല്ലപോലെ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളതാണ്. നോക്കാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം. ഇനിയിപ്പോൾ കുറച്ച് ഡിവൈസുകളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അതും കൂടെ തീർക്കണം. ആൻഡ് പിന്നെ വേറെ എന്താ പറയുക, ആരോ ഒരാൾ കമൻ്റ് ഇട്ടതിൻ്റെ താഴെ മറ്റാരോ കമൻ്റ് ഇട്ട് അതങ്ങനെ ഒരു 3-4 കമൻറ്റുകൾ ഇങ്ങനെ ചെറുപറാന്നങ്ങ് ആയി അതിൽ. അപ്പോൾ അതിൽ വളരെ മോശമായിട്ടൊക്കെ പുള്ളിക്കാരൻ സംസാരിക്കും. പുള്ളിക്കാരനാണോ പുള്ളിക്കാരിയാണോ എന്തോ പുള്ളിക്കാരിയല്ല, എന്തായാലും പുള്ളിക്കാരനാണ്. ഭയങ്കര എന്തോ ഒരാളെ ഉള്ളു കേട്ടോ, ആ ഒരൊറ്റ ആൾക്കേ ഉള്ള പ്രശ്നം. എന്താ ഹുമായിദോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പേര്. എന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള സംസാരം? പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും മാറില്ല. ഇറ്റ്സ് എ പബ്ലിക് പ്ലാറ്റ്ഫോം. നമ്മളിതൊക്കെ കണ്ടില്ല എന്ന് നടിക്കാനേ പറ്റൂ. കണ്ടാലും പോട്ടെ എന്ന് കരുതുക. അതങ്ങനെ തന്നെ കരുതുന്നു, അല്ല ഇപ്പം എന്ത് ചെയ്യാനാ. സോ വേറെ പറയാനുള്ള എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ആലോചിക്കട്ടെ കേട്ടോ. വൈകുന്നേരം സമയം 4:30 കഴിഞ്ഞ് 4:40 ഒരു ചെറിയ ചായ ഇട്ട് കുടിച്ചാലോ? വാ, ചായ ഇട്ടാലോ? ഈ ഇരിക്കുന്ന ഞങ്ങളുടെ BGM മെഷീൻ കേട്ടോ, AC ഒക്കെ ചേഞ്ച് ചെയ്യുന്ന. വെള്ളം തിളച്ച് ഈ ചായപ്പൊടി ഇതിലും പാല് 2 ഗ്ലാസ് ഒരു സ്പൂണിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് ചായപ്പൊടി നല്ലപോലെ മിക്സാക്കി അതിൻ്റെ നമ്മുടെ ചായക്കടയിലൊക്കെ എടുക്കത്തില്ലയോ, എന്നിട്ടിതിങ്ങനെ അങ്ങോട്ട് ഒഴിക്കും. സൂപ്പർ അടിച്ച ചായ റെഡി. ചായ റെഡി. ഇനിയിപ്പോൾ ചായ കുടിക്കാം. അയ്യോ, ചായ കുടിച്ച് അതിൻ്റെ കൂടെ വർക്കുമൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോകും. സി യു, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അയ്യോ, ഒരു മെസ്സേജ് വന്നേ, കാണിച്ചു തരാം. സാലറി കയറി. എനിക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ പോയി മേടിക്കണം. നമ്മുടെ സാലറി വന്നു, ഇനി പോയി അത് വാങ്ങുക എന്നതാണ് പരിപാടി. കണ്ടോ, സാലറി എമൗണ്ട് ക്രെഡിറ്റഡ് 3700. ഓക്കെ, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നു. നേരെ ലുലുവോ അല്ലെങ്കിൽ നെസ്റ്റോയോ എവിടെയെങ്കിലും പോയി നെസ്റ്റോയിൽ പോയി സാധനങ്ങൾ മേടിക്കും. കുറച്ച് സാധനമുള്ളൂ, അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരാൾക്കുള്ള സാധനമല്ലേ ഉള്ളൂ. അങ്ങനെ കുറച്ച് എന്തെങ്കിലും 1-2 ഫ്രൂട്ട്സൊക്കെ മേടിക്കാം അല്ലേ. വല്ലപ്പോഴും ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. മുട്ട, ഫ്രൂട്ട്സ്, പിന്നെ ഓട്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വയ്ക്കാം. രാത്രി ഒരു നേരത്തെ ആഹാരമല്ലേ ഞാൻ ഉണ്ടാക്കുന്നത്. സോ അങ്ങനെ ഈവനിങ് ആയി. ഈവനിങ് ഇപ്പോൾ എത്രയായി സമയം? 6:10. ഇനി ഒരു 20 മിനിറ്റ് കഴിയുമ്പം ഡ്യൂട്ടി ടൈം കഴിയും. അപ്പോൾ ഇറങ്ങുന്നു, നേരെ പോകുന്നു, ഈ സാധനങ്ങൾ മേടിച്ച് നേരെ റൂമിൽ പോകുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം ചെയ്തു. അപ്പോൾ അത് മേടിച്ചിട്ട് ഞാൻ റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് ലേറ്റ് ആവത്തില്ല എങ്കിൽ ഞാൻ അതിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കും, അതല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കും. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം അങ്ങ് തീരും. അപ്പോൾ അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയേ. നമുക്കിനി പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതുപോലെ വേറൊരു കാര്യമുണ്ട്.
നമ്മുടെ മെസ്സിൽ കാർഡ് അങ്ങനെ അവർക്ക് ക്യാഷ് കൊടുക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. എന്താണെന്നറിയില്ല, ചിലപ്പോൾ അത്യാവശ്യങ്ങൾക്ക് അതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് നേരെ പോയി ATM പോയിട്ട് മെസ്സിൽ കൊടുക്കാനുള്ള പൈസ മാത്രം എടുക്കണം. അത് 300 ഉള്ളൂ കേട്ടോ. ഞാൻ 2 നേരമല്ലേ ഉള്ളൂ, അപ്പോൾ 300 ദിർഹംസ് അത് എടുക്കണം. പിന്നെ വേറെ ക്യാഷ് കൊടുക്കാനായിട്ട് ആർക്കും ഇല്ല, ഒന്നുമില്ല. പിന്നെന്താ, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് വെക്കാനുള്ള ഐറ്റംസ് കുറച്ചുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും പോയി മേടിക്കണം. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് നേരെ ATM പോവാം. ആ എൻഡിലെത്തണം നമുക്ക് ATM എത്തണമെങ്കിൽ. ഒരു വലിയ ബിൽഡിങ് നമ്മുടെ നേരെ നിൽക്കുന്നത് കണ്ടോ, അവിടെ ഇങ്ങനെ. അവിടെ എത്തണം, അപ്പുറം എത്തണ്ട, ഈ സൈഡിൽ തന്നെ, റൈറ്റ് സൈഡ്. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോഴേ ഇവിടെയാണ് നമുക്കുള്ള സീബ്ര ക്രോസ്. ഒന്നുമില്ല, ഇതെത്തിക്കഴിഞ്ഞാൽ നമ്മൾ നടന്നങ്ങ് പോയാൽ വണ്ടികൾ നിർത്തിക്കോളും. ബട്ട് എന്നാലും നമ്മൾ സൂക്ഷിക്കണമല്ലോ. നിർത്തി നമുക്ക് പെട്ടെന്ന് അങ്ങ് പോവാം. അയ്യോ, അവരുടെ മര്യാദയ്ക്ക് അവർ നന്നായിട്ട് കണ്ടപ്പോഴേ നിർത്തി തന്നു. നമ്മളന്നേരം അവിടെ എഴഞ്ഞെഴഞ്ഞ് ചിലർ നിൽക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ആൾക്കാർ നടന്നു പോകാനായിട്ട് അവരങ്ങ് സ്ലോ ആക്കും. പിന്നെ നടത്താം, പിന്നെ ഇങ്ങനെ പയ്യെ മന്ദം പോവും. അത് മോശമല്ലേ? അത് മോശമായിരിക്കും, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. ഞാൻ എന്തായാലും അപ്പോഴേ നിങ്ങൾ ഓടിയും ക്രോസ് ചെയ്തു. ഇനിയിപ്പോൾ അതായത് കുറച്ചുകൂടെ പോയത് ഞാൻ കൗണ്ടറിലെത്തി. ATM കൗണ്ടറിൽ കണ്ടോ, ഇവിടുത്തെ ATM കൗണ്ടറാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സൗകര്യങ്ങളുണ്ടെന്ന് പറയാം. ഇവിടെയാ ഇങ്ങനെ കാണിക്കാവോ? ഉണ്ട്, ഇടാം. കഴിച്ചോളൂ. ഞാൻ കൊണ്ടുപോയി കേട്ടോ. പ്ലീസ് വെയിറ്റ്. ഓക്കെ, ക്യാഷ് വിഡ്രോവൽ 200, 500. അയ്യോ, അതർ എമൗണ്ട്. അങ്ങനെ അടിക്കുകയല്ലേ? ഓക്കെ, എമൗണ്ട് 300 മതി. നമുക്ക് ക്യാഷ് കയ്യിലെടുത്ത് വെച്ചാണ്ടല്ലോ, പോകുന്ന വഴി അറിയത്തില്ല. യെസ്, ഐ വാണ്ട് ടു കീപ്പ് എ റെക്കോർഡ്. നോ, ഐ വാണ്ട് ടു ഗോ പേപ്പർലെസ് മതി. ബൈ ചൂസിൻ്റെ അക്കൗണ്ട് പ്രോഫിറ്റ് മന്ത് ഇഫ് ദ നമ്പർ ഓഫ് വിഡ്രോവൽസ് ട്രാൻസ്ഫർ എക്സീഡ് 1 ടൈം. ഒരുപാടൊന്നും ഇത് ATM വഴി വിഡ്രോ ചെയ്യാൻ പറ്റില്ല കേട്ടോ. എല്ലാത്തിനും പൈസ പിടിക്കും. 1-2 തവണ എങ്ങാണ്ടൊക്കെ ഉള്ളെന്ന് തോന്നുന്നു ഒരു മാസത്തിൽ. എത്ര തവണയെന്ന് എനിക്കറിയില്ല, എന്തായാലും അതിന് ലിമിറ്റുണ്ട്. എല്ലാത്തിനും പൈസ പിടിക്കും. ആദ്യം നമ്മുടെ കാർഡ് ഇജക്റ്റ് ആവും, അതിന് ശേഷം നമ്മുടെ ക്യാഷ് ഇജക്റ്റ് ആവും. അപ്പോൾ കാർഡ് നമ്മൾ എടുത്തിരിക്കുമല്ലോ, 300 ദിർഹംസ്, 300 ദിർഹംസ് എത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നാൽ പിന്നെ ഇനി നേരെ തിരിച്ച് നമുക്ക് എവിടെ പോകാം? മാളിൽ പോവാം. മാളിൽ പോയി ഫുഡിൻ്റെ സാധനങ്ങൾ മേടിക്കണം. വൈകിട്ട് 6-7 മണിയാവുന്നു. ചൂടിന് ഒരു കുറവുമില്ല. ഇവിടെ എല്ലാം അടുത്ത് ATM കൗണ്ടറുകളുണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, അപ്പുറത്ത് ക്രോസ് ചെയ്യണമെങ്കിൽ അങ്ങേ അറ്റം പോകണം കേട്ടോ. ഇനിയിപ്പോൾ അവിടെ പോവാം. നമ്മൾ ഇവിടെയൊക്കെ ക്രോസ് ചെയ്താൽ ചിലപ്പോൾ പോലീസ് ഉണ്ട്, ഫൈൻ അടിക്കും. പോലീസ് കാണാതെ പലരും ക്രോസ് ചെയ്യലൊക്കെ ഉണ്ട്. ബട്ട് ആ റിസ്ക് നമുക്ക് എടുക്കണ്ട. 400 ദിർഹംസ് പ്ലസ് ടാക്സ് ആണ് ഫൈൻ വരുന്നത്. അയ്യോ, ടാക്സും ഉണ്ട് ഫൈനിന്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ, ഇപ്പുറത്ത് കൂടെ ഒക്കെ ATM ഉണ്ടായിരുന്നേ. ഏകദേശം എല്ലാവർക്കും സാലറിയൊക്കെ കിട്ടുന്ന ഡേറ്റൊക്കെ ആണല്ലോ ഇത്. 3, 4, 5 എന്നീ തീയതികളിലൊക്കെ ആയിരിക്കും സാലറി വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കും എല്ലാ മാസവും 3-ാം തീയതി 4-ാം തീയതിയൊക്കെ ആയിട്ടാണ് സാലറികൾ വരുന്നത്. അപ്പോൾ നല്ല തിരക്ക്. എല്ലാവരും പൈസയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എണ്ണിയൊക്കെ നോക്കുന്നു. സത്യം പറഞ്ഞാൽ സങ്കടം വരും. കാര്യം നാടും വീടും നാട്ടുകാരും, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ മക്കൾ, ഭാര്യയുണ്ടെങ്കിൽ ഭാര്യ, അമ്മേൻ്റെ അമ്മ, അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ, എല്ലാവരെയും വിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അവരൊരു മാസവും ചെന്ന് ആ ATM കൗണ്ടറിൽ നിന്ന് എടുക്കുന്ന പൈസ നാട്ടിലേക്ക് അയക്കാനാണ്. അല്ലെങ്കിൽ നാട്ടിലേക്ക് അയച്ച് അവർക്ക് കുറച്ച് സേവ് ചെയ്യാനും കൂടിയാണ്. അത് എത്രമാത്രം വിഷമമാണെന്നറിയോ? ചിലരുണ്ട് എൻജോയ് ചെയ്യുന്നവർ, ഇല്ലെന്ന് പറയുന്നില്ല. കുറച്ച് പേർക്ക് അതൊരു സങ്കടം തന്നെയാണ്. കാരണം ഏകദേശം ഒരു 50% ആൾക്കാർ ചിലപ്പോൾ, അല്ല പോട്ടെ, ഒരു 20-30% ആൾക്കാർക്കൊക്കെ
ഇവിടെ അങ്ങ് ജീവിക്കാനാണ് ഇഷ്ടം. കാരണം ഓവർ സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം എന്താ, അലമ്പ് പരിപാടികൾക്കൊന്നും ആരും തടസ്സം ചെയ്യത്തൊന്നുമില്ല. അതിനായിട്ടൊക്കെയുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. അതിൻ്റെ സ്വാതന്ത്ര്യം തന്നെയാണ് കൂടുതൽ. പിന്നല്ലാതെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ ഒരുപാട് എൻ്റർടൈൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നെ സെറ്റിലാവാൻ നോക്കും. അങ്ങനെയുള്ളവർക്ക് ഈ സങ്കടങ്ങളൊന്നും കാണില്ല. അതല്ല, വീട്, കുടുംബം, അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ ഇങ്ങനെയൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സങ്കടമുള്ളൊരു കാര്യമാണ്. എനിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കേട്ടോ. ഈ റോഡ് ഇത് ക്രോസ് ചെയ്തങ്ങ് അപ്പുറം ഇറങ്ങണം. എന്താ ഇവിടെയാണ് നെക്സ്റ്റ്. അവിടെ ലുലു ഉണ്ട്. ലുലുവിൽ അങ്ങനെ ഞാൻ ഇപ്പോൾ പോകാറില്ല. നെക്സ്റ്റോയിൽ പോവാം. അത് സാധനങ്ങൾക്ക് തീരെ വിലക്കുറവ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, എന്തോ എനിക്കറിയില്ല. ഒരു ആപ്പുണ്ട് ഇവരുടെ, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇവിടെ ഇപ്പോൾ ഓടിപ്പോയായിരുന്നു. കഴിഞ്ഞോ? അങ്ങനെ ഇതിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞില്ല. പോവാം. ഇവിടെയാണ് പാട്. ഇതിങ്ങനെ വന്നാൽ ഇവിടെ സിഗ്നലും ഇല്ല, ഒന്നുമില്ല. പക്ഷേ അത് ഏത് വകുപ്പിലാണ് ചാടേണ്ടതെന്ന് എനിക്കും വലിയ പിടിയില്ല. അതോ പോകുന്നവരത്തെ പോലെ ഇനിയാ വണ്ടി എടുത്തോണ്ട് പോകും. അങ്ങനെ ആ ഒരു ദൗത്യം കഴിഞ്ഞു. നമ്മളത് ക്രോസ് ചെയ്തിങ്ങ് പോകുന്നു കേട്ടോ. അവിടെ ഒരു ചെറിയ സമയം കിട്ടത്തുള്ളൂ, ഗ്യാപ്പ് നമുക്ക് ഇറങ്ങാനായിട്ട്. അവിടെ ഡയറക്റ്റ് സിഗ്നലില്ല, അപ്പുറത്തുള്ള സിഗ്നലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിങ്ങ് പോരണം. അങ്ങനെ നമ്മളെന്തായാലും നെസ്റ്റോടെ ഫ്രണ്ടിലെത്തി. അകത്ത് കയറാം. അകത്തങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പാടില്ലെന്നാണ് തോന്നുന്നു, അറിയില്ല. എന്തായാലും നമുക്ക് അധികം എടുക്കണ്ട. ഞാൻ പെട്ടെന്ന് കയറിയിട്ടും ഇറങ്ങും കേട്ടോ. കുറച്ച് സാധനമല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു കേട്ടോ. ചെറിയ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഈ ഒരു കവറിലെ സാധനം അയ്യോ ഉണ്ടോ? സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ, അയ്യോ നല്ല കളറല്ലേ ബാക്കിൽ മേഘത്തിന്, അല്ല ആകാശത്തിന് നീല. ഓക്കെ. അപ്പോൾ നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇനി നേരെ റൂമിലേക്ക്. റൂമിൽ ചെന്നിട്ട് ഓട്സൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഓട്സ് ഒരു കഞ്ഞി അങ്ങോട്ട് കാച്ചി കുടിക്കാം. ഇപ്പം ഞാൻ അവിടെ കയറിയപ്പോൾ ഞാൻ കണ്ട വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ എല്ലാവരും നോക്കുന്നത് ഓഫർ, പ്രത്യേകിച്ച് മലയാളികൾ. അത് ഒരു ചേച്ചിയാണെങ്കിൽ അവിടെ നിന്നിട്ട് ഒരു വലിയൊരു ഇതിൻ്റെ പരസ്യം, ഇവരുടെ ഈ ഓഫറിൻ്റെ ഒരു ബ്രൗഷറൊക്കെ ഇങ്ങനെ റൂമുകളിലും അവിടെ എവിടെയൊക്കെ കൊണ്ടിടുവേ. അപ്പോൾ അത് ആ ചേച്ചി എടുത്തുകൊണ്ട് വന്നിട്ട് ആ ചേച്ചി അതിൽ നോക്കുക. അയ്യോ, ഈ ഓഫർ ഇവിടെ കാണുന്നില്ലല്ലോ. ആ ചേച്ചി അവിടെ കിടന്ന് പരതുന്ന്. ഞാൻ വിചാരിച്ചതേ ഇപ്പോൾ എന്ത് ചെയ്യും. നമുക്കൊന്നും അങ്ങോട്ട് കയറി ഒന്നും പറയാനും എടുക്കാനൊന്നും അധികം ഇതില്ല കേട്ടോ. അവനവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ. ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ എല്ലായിടത്തും. എന്നാലും കുറച്ച് പേരെങ്കിലും നാട്ടിലൊക്കെ ഒരു മാന്യതയൊക്കെ ഉണ്ട്. മറ്റുള്ളവരുടെയും കൂടെയൊക്കെ നോക്കുന്നവരുണ്ട്. പിന്നെ ഇവിടങ്ങളിൽ എല്ലാം മലയാളികളാണ്. നമുക്കിതാ ഈ നടക്കുന്നത് ഒരു 50% ആൾക്കാരും മലയാളികളായിരിക്കും. അതിൻ്റെ ഒരു ചമ്മൽ എനിക്കുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ സമയം എത്രയായി? 7:15 കഴിഞ്ഞ്. ഇനിയിപ്പോൾ നേരെ എത്തിയിട്ട് കുക്ക് ചെയ്ത് കഴിക്കും. അതൊക്കെ തന്നെ. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഉണ്ടോ, ഒരു ദിവസം ഇങ്ങനെയാണ് പോകുന്നത്. ഓഫീസ് ഡേ ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നേരത്തെ ഉണ്ടല്ലോ നമുക്ക് ക്രോസ് ചെയ്യാനുള്ള സിഗ്നൽ ഉണ്ടായിരുന്നേ, പക്ഷെ ഇപ്പോൾ ഇല്ല. അത് അവരെടുത്ത് കളഞ്ഞു. ഇപ്പോൾ വണ്ടികൾ തീരെ ഇല്ലയെന്ന് കണ്ടാൽ മാത്രം ക്രോസ് ചെയ്യാനേ പറ്റൂ. നോക്കാം, വണ്ടികളുടെ എണ്ണം കുറയുമ്പോൾ നമുക്ക് പയ്യെ അങ്ങോട്ട് ചാടാം. ഇവിടെയും പോലീസ് കണ്ട ഫൈനാണ്. 400 ദിറംസാണ് ഫൈൻ. 400 പ്ലസ് ടാക്സ് 5%. ഇങ്ങനെ നമ്മൾ കാണുമ്പോഴൊന്നും ഓടരുത് കേട്ടോ. അപ്പുറം സൈഡിൽ കൂടെ ചിലപ്പോൾ ചീറിപ്പാഞ്ഞ് വണ്ടി വരും. അതുകൊണ്ട് പൂർണ്ണമായും വണ്ടി ഇല്ലയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പോകാവൂ. ഞാൻ കണ്ടിട്ട് ചിലരൊക്കെ ചാടുന്ന വലിയ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല, എങ്കിലും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ പയ്യെ പോവാം, വണ്ടിയെല്ലാം പോട്ടെ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഇപ്പോൾ, പക്ഷെ എന്നാലും വേണ്ട, റിസ്ക്കാ. എൻ്റെ ചേട്ടാ അപ്പുറത്തൂടെ വണ്ടി ഒന്നും അറിയത്തില്ല. ഓക്കെ. ഇപ്പോൾ എന്തായാലും ഒന്ന് വണ്ടി കുറഞ്ഞിട്ടുണ്ടേ, കണ്ടില്ലേ? നമുക്ക് പൊക്കളയാം.
ഓക്കെ. ഇനി ഇതുപോലെ ഇവിടെ വണ്ടി അങ്ങനെ വരുന്നു. ഓടിക്കാം. അയ്യോ. ഓക്കെ, ഞാൻ എന്തൊക്കെ മേടിച്ചതെന്ന് പറയാം. ഞാനൊരു ട്രേ മുട്ട മേടിച്ചു. പ്രാവശ്യം വൈറ്റാണ് മേടിച്ചത്. ഒരു ട്രേ എന്ന് പറയുമ്പോൾ അതിലൊരു 30 പീസ് കാണും. 30. എല്ലാവരും കണ്ടോ, ഇവിടുത്തെ തിരക്ക് കണ്ടോ? എല്ലാം സാലറി എടുക്കാൻ വന്നിരിക്കുന്നത്. ഇത് ATM ആണേ. ഇവിടെ എല്ലാവരും നിൽക്കുന്നത് സാലറി എടുക്കാനാണ്. ATM 2-3 ATM കൗണ്ടറുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ സാലറി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന തിരക്കാണ്. ഓക്കെ. അപ്പോൾ ഒരു ട്രേ എഗ്ഗ് മേടിച്ചു, 30 പീസാണ്. പിന്നെ ഒരു 1 kg ഓട്സ് മേടിച്ചു. പിന്നെ എന്താ മേടിച്ചേ, 1 kg പിയേഴ്സ് മേടിച്ചു. പിയേഴ്സ് മറ്റേ ഫ്രൂട്ട് കേട്ടോ, സോപ്പല്ല, അത് മേടിച്ചു. പിന്നെ ഒരു ചെറിയ സൈസ് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ അറിയുമോ, ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അവിടെ എത്തുമ്പോൾ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ചെറിയ ആപ്പിളുണ്ട് കേട്ടോ, kg ഏതാണ്ട് 6-7 ദ്രംസേ ഉള്ളൂ. അപ്പോൾ അത് മേടിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 3/4 കിലോ കാണും. ഭാര്യ എണ്ണ ആണല്ലോ ഇടുന്നത്, എണ്ണ ഇട്ടിട്ട് കൊണ്ട് തൂക്കുമല്ലേ. അപ്പോൾ അങ്ങനെ അത് മേടിച്ച്. അത്രയേ ഉള്ളൂ, 4 ഐറ്റം. ഇതിപ്പോൾ എനിക്കൊരാഴ്ചത്തേക്ക് ലാവിഷാണ്. ഈവനിങ് നൈറ്റ് ഫുഡ് കേട്ടോ. എനിക്ക് ഈ വൈകിട്ടുണ്ടല്ലോ, ഈ ഓട്സൊക്കെ കാച്ചി കുടിച്ചാലും അല്ലെങ്കിൽ പുട്ടുണ്ടാക്കി കഴിച്ചാലും രാത്രി ഒരു 12 മണി, ഈ 12 മണി കഴിയുമ്പോൾ പിന്നെ ഒരു ചെറിയ വിശപ്പ് വരും. എന്താണെന്നറിയത്തില്ല. അങ്ങനെ എന്ത് ചെയ്യും, ഞാൻ അപ്പോഴേ ഈ ഫ്രൂട്ട്സ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയി അതിൽ നിന്ന് 1-2 ഒരു ആപ്പിളും ഒരു പിയേഴ്സും അങ്ങനെ ഓരോന്നായിട്ടെടുത്ത് അതങ്ങ് കഴിക്കും. രാത്രിയാകുമ്പോഴേ ചെറിയ വിശപ്പിൻ്റെ അസുഖം ഉള്ളവനാ. അപ്പോൾ ഓക്കെ. ടു മച്ച് ഹോട്ട് ബേബി, ഹോട്ട്. എൻ്റെ അമ്മോ. ലിഫ്റ്റ് നമ്മൾ നേരെ റൂമിലെത്താറായി. റൂമിലെത്തിയിട്ട് ഞാൻ ആപ്പിൾ കാണിച്ചു തരാം. ചെറിയ ആപ്പിളാണ്. അപ്പോഴേ നമ്മൾ മേടിച്ച ഇതാണ് കേട്ടോ ആപ്പിൾ. കണ്ടോ, കൊച്ചു ആപ്പിളാണ്. എൻ്റെ കൈ കണ്ടോ, എത്ര ഉള്ളൂ, ചെറിയ ആപ്പിൾ. ഇതൊരു 3/4 കിലോ ആൻഡ് പിയേഴ്സ്. ഇതാണ് പിയേഴ്സ് കേട്ടോ. പിയർ എന്നാണോ പറയുന്നത്, അത് പിയേഴ്സ് എന്നാണോ? ഇതിലും ആട്ടെ എന്നാണേലും ദൈസാണ്. ഇത് അത്യാവശ്യമുണ്ട്, ഇതിനേക്കാളും ഉണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതും മേടിച്ചു. അപ്പം പാതിരാത്രി വെച്ചേക്കുമ്പോൾ ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് ഞാൻ കഴിക്കും. ഇതാണ് എൻ്റെ സെറ്റപ്പ്. ഇതുപോലെ 2 എടുക്കും കഴിക്കും. അങ്ങനെ 7 ദിവസം അതനുസരിച്ച് മേടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ ഇതേപോലെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പോയിട്ട് വീണ്ടും ഇതുപോലെ മേടിക്കും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്താ കമൻറ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം. ആൻഡ് വേറെന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം കാണാം. സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ, ബൈ.